2011 ഏപ്രിൽ 2 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നിശബ്ദത തളം കെട്ടി നിൽക്കുന്ന സമ്മർദ്ദ നിമിഷങ്ങൾ. സംപൂജനായി വീരേന്ദ്ര സെവാഗ് മടങ്ങുന്നു. പിറകെ 18 റൺസ് നേടി സച്ചിനും മടങ്ങുന്നു. തൊട്ടുപിറകെ 97 റൺസ് നേടി ഗംഭീറും 35 റൺസ് നേടി വിരാട് കോഹ്ലിയും മടങ്ങുന്നു. അവിടെ നിന്നായിരുന്നു തുടക്കം. ഒടുക്കം ചരിത്രം കുറിക്കപ്പെട്ടു. 48-ാം ഓവറിൽ 2-ാം പന്തിൽ ഹെലികോപ്റ്റർ ഷോട്ടിലൂടെ പന്ത് ഗാലറിയിലെത്തിയപ്പോൾ 28 വർഷങ്ങൾക്ക് ശേഷം അവിടെ സാക്ഷാത്കരിക്കപ്പെട്ടത് ഇന്ത്യൻ ജനതയുടെ ലോകകപ്പ് സ്വപ്നമായിരുന്നു. അതെ, മഹേന്ദ്ര സിംഗ് ധോണി എന്ന നായകന്റെ കീഴിൽ ഇന്ത്യ ലോക കിരീടം സ്വന്തമായിരിക്കുന്നു. 22 വർഷങ്ങൾക്കൊടുവിൽ സച്ചിൻ എന്ന ഇതിഹാസത്തിന് ലോക കിരീടം നേടാനായത് ആ നായകന് കീഴിൽ മാത്രമായിരുന്നു. 1981 7-ാം മാസം ജൂലൈ 7-ന് ആ 7-ാം നമ്പറുകാരൻ ജനിക്കുമ്പോൾ ഇന്ത്യ ഒരു ലോക കിരീടം പോലും മുത്തമിട്ടിട്ടില്ലായിരുന്നു. അതിനുശേഷം ആ കുഞ്ഞു പൈതലിന് 2 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ഇന്ത്യ ആദ്യ കിരീടം ചൂടുന്നത്. 1983 ജൂൺ 25-ന് കപിൽ ദേവും സംഘവും കിരീടം നേടിയതിനു ശേഷം ക്രിക്കറ്റിനെ നെഞ്ചിലേറ്റി നടക്കുന്ന ഇന്ത്യൻ ജനത കാത്തിരിപ്പിലായിരുന്നു ഒരു ലോക കിരീടത്തിന് വേണ്ടി. കപിലിന് ശേഷം ഒരുപാട് ഇതിഹാസ നായകന്മാരുടെ പിറവിക്ക് ഇന്ത്യ സാക്ഷ്യം വഹിച്ചെങ്കിലും നിരാശ മാത്രമായിരുന്നു ഫലം. 2003-ൽ സൗരവ് ഗാംഗുലിക്ക് കീഴിൽ ഫൈനൽ വരെ എത്തിയെങ്കിലും അവിടെ ഓസീസിന് മുമ്പിൽ അടിയറവ് പറയേണ്ടി വന്നു. പിന്നീട് 2007 വേൾഡ് കപ്പിൽ രാഹുൽ ദ്രാവിഡിന്റെ കീഴിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായപ്പോൾ ഇന്ത്യൻ ജനത വല്ലാതെ ദുഃഖിച്ചു. അവിടെ നിന്നായിരുന്നു ഒരു യുവനായകന്റെ ഉദയം, ഒരു ചരിത്ര പുരുഷന്റെ അവതാരം. 1.7 ഇഞ്ച് നീളവും നീണ്ട മുടിയുമുള്ള ഒരു കൂൾ മാൻ. പിന്നീട് അങ്ങോട്ട് ഇന്ത്യയുടെ ജൈത്രയാത്രയായിരുന്നു. ഒരു പിടി വിജയവുമായി ആ മുടിയൻ ഇന്ത്യൻ ജനതയുടെ നെഞ്ചിൽ ഇടം നേടി. ആദ്യ കിരീടം നേടിയ കപിൽ ദേവ് പോലും പറഞ്ഞുപോയി, ഹീസ് മൈ ഹീറോ. അയാൾ വളരെ വ്യത്യസ്തനായിരുന്നു. കളിക്കളത്തിൽ ചിരിക്കാത്ത, അമിതമായി ആഹ്ലാദിക്കാത്ത, എന്നാൽ സഹകളിക്കാരോട് കോപിക്കാത്ത മനുഷ്യൻ. ക്ലാസിക് ഷോട്ടുകളും ഓർത്തഡോക്സ് കളികളുമായി ഇതിഹാസങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ക്രിക്കറ്റിൽ ധോണി വളരെ വ്യത്യസ്തനായിരുന്നു. തീരെ ക്ലാസിക് അല്ലാത്ത അനോർത്തഡോക്സിക് പ്ലെയർ. 2020 വേൾഡ് കപ്പിന് മുമ്പ് തന്നെ അയാൾ വെടിക്കെട്ടുമായി പടുകൂറ്റൻ സിക്സറുകളുമായി കാണികളുടെ മനം കവർന്നു. അയാൾ കളിക്കളത്തിൽ എന്നും ശാന്തനായിരുന്നു. അയാളെ പലരും കൂൾ ക്യാപ്റ്റൻ എന്ന് വിളിച്ചു. കാരണം മൈതാനത്ത് അയാൾ ശാന്തനായിരുന്നു. കൃത്യമായ പദ്ധതികളിലൂടെ, വിദഗ്ധമായ ലൈനപ്പിലൂടെ, വ്യക്തമായ വന്യസങ്ങളിലൂടെ അയാൾ ഇന്ത്യയെ വിജയത്തിലേക്ക് ആനയിച്ചു കൊണ്ടേയിരുന്നു. അയാളുടെ ഓരോ തീരുമാനങ്ങളും മൈതാനത്ത് കൃത്യമായി പ്രതിഫലിച്ചു. അയാളുടെ ഓരോ അപ്പീലുകളും സൂക്ഷ്മ പരിശോധന വിധേയമായിരുന്നു. അവകളൊന്നും പിഴക്കാറില്ലായിരുന്നു. ജാർഖണ്ഡിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ വളർന്ന ഗോൾ കീപ്പറായ ബാല്യകാലമുള്ള ഒരു യുവാവിനെ യൂത്ത് ടീമിലും രഞ്ജി ട്രോഫിയിലും പോലും കളിക്കാത്ത ആ താരത്തെ ഇന്ത്യൻ ടീമിലേക്ക് ദാദാ സൗരവ് ഗാംഗുലി കൈപിടിച്ചു കൊണ്ടുവരുമ്പോൾ ഈ മുടിയൻ എന്ത് ചെയ്യാനായെന്ന് വിമർശിച്ചവർക്ക് അയാൾ ബാറ്റിംഗ് കൊണ്ടും കീപ്പിംഗ് വൈദഗ്ധ്യം കൊണ്ടും ക്യാപ്റ്റൻസി കൊണ്ടും മറുപടി നൽകി. വിമർശകരുടെ പോലും ആരാധകനായി മാറി. അക്രമോത്സുകനായ കളിക്കാരനിൽ നിന്നും പരിചയവും പക്വതയുമുള്ള കളിക്കാരിലേക്കുള്ള കൂടുമാറ്റം വളരെ പെട്ടെന്നായിരുന്നു. 2007-ലെ പ്രഥമ T20 വേൾഡ് കപ്പ് കിരീടത്തിലൂടെ തുടങ്ങുന്നു ഇന്ത്യൻ ക്രിക്കറ്റിൽ ധോണിയുടെ ജൈത്രയാത്ര. 2 ലോകകപ്പും ചാമ്പ്യൻസ് ലീഗ് ട്രോഫിയും നേടുന്ന ഏക അപൂർവ ബഹുമതി. ഏറ്റവും അധികം രാജ്യാന്തര മത്സരങ്ങളിൽ ക്യാപ്റ്റൻസി. 3 ഫോർമാറ്റുകളിലായി 331 മത്സരങ്ങൾ. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിജയം സമ്മാനിച്ച നായകൻ. 2020 ഏകദിന കിരീടങ്ങൾ നേടിയ ഏക നായകൻ. ബാറ്റിംഗിൽ 7-ാമനായി ഇറങ്ങി സെഞ്ചുറി നേടിയ ഏക ഇന്ത്യൻ നായകനും നേടാനാവാത്ത നേട്ടങ്ങളുടെ പട്ടിക നീളുകയാണ്. ഇന്നയാളെ ലോകം സ്നേഹത്തോടെ കൂൾ ക്യാപ്റ്റൻ എന്നും മഹി എന്നും വിളിക്കുന്നു. കുട്ടി ക്രിക്കറ്റിനു മുമ്പേ ക്രിക്കറ്റ് ശൈലിയിൽ വെടിക്കെട്ട് ഷോട്ട് കൊണ്ടും നിയന്ത്രണ പാഠവും കൊണ്ടും അയാൾ കാണികളുടെ ഹൃദയത്തിൽ കുളിർമ പാകി. ഓപ്പണറായും 3-ാമതായും ഇറങ്ങാത്ത ഒരു അൺക്ലാസ്ഡ് അൺഓർത്തഡോക്സ് പ്ലെയർ ഏകദിന ക്രിക്കറ്റിൽ 10,000 റൺസ് തികച്ചെങ്കിൽ അയാളുടെ പേര് മഹേന്ദ്ര സിംഗ് ധോണി എന്ന് മാത്രമായിരിക്കും. സെവാഗിന്റെയും ഗംഭീറിനെയും യുവരാജിനെയും പോലുള്ള പലരെയും ഇന്ത്യൻ ടീമിൽ നിന്ന് തഴഞ്ഞു എന്ന് വിമർശകരോട് പറയാനുള്ളത്. അയാൾക്ക് മുന്നിൽ വ്യക്തമായ പദ്ധതികൾ ഉണ്ടായിരുന്നു. ആ പദ്ധതികൾക്ക് ഇണങ്ങുന്നവർ ആയിരുന്നില്ല നിങ്ങൾ ഈ പറയുന്ന താരങ്ങളാരും. അയാൾക്ക് കീഴിൽ വളർന്ന വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ന് ലോക ക്രിക്കറ്റിലെ അതുല്യ പ്രതിഭകളായി മാറി. ഒരുപാട് നായകന്മാർക്ക് കീഴിൽ കളിച്ച സച്ചിൻ തെണ്ടുൽക്കർ പോലും പറഞ്ഞത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച നായകൻ മഹേന്ദ്ര സിംഗ് ധോണിയാണ് എന്നായിരുന്നു. സ്റ്റംപിങ്ങിന് പിന്നിൽ ധോണി എന്നും ഒരു ധൈര്യം തന്നെയായിരുന്നു. ഏറ്റവും മികച്ച ബാറ്റ്സ്മാന് പോലും ഒരു നിമിഷത്തെ അശ്രദ്ധ മൂലം അയാളുടെ സ്റ്റംപിങ്ങിനിരയായി. ഇത്രയും വേഗത്തിൽ സ്റ്റംപ് ചെയ്യുന്ന ഒരു ഇതിഹാസ വിക്കറ്റ് കീപ്പർ ലോക ക്രിക്കറ്റിൽ തന്നെ ഇന്നേ വരെ ജനിച്ചിട്ടില്ല.